നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് നമ്മുടെ വിഷ്ണുവിനൊരു കല്യാണം നടത്തണമെന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ശാലിനിക്ക് മറ്റൊരു ബന്ധം വന്ന സ്ഥിതിക്ക് ശാലിനിയുടെ ഒരു ഒറ്റ ഒപ്പ് മതി. നമുക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാര്യങ്ങൾ തീർക്കാം. എന്തെങ്കിലും വഴി കാണണമല്ലോ. അത് എന്ത് വഴിയുള്ളതെന്നാ ഞാൻ ചോദിക്കുന്നതേ. ഇതിപ്പം ഇങ്ങനൊരു തടസ്സം പെട്ടെന്നുണ്ടാകുന്ന ആരും ഓർത്തില്ലല്ലോ. പെട്ടെന്ന് 15 കോടിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണം. ഇല്ലെങ്കിലേ ഈ താമസിക്കുന്ന കുടുംബം സർക്കാർ കൊണ്ടുപോകും. ഏട്ടാ, ഈ പറയും പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. പണമടച്ച തീരാവുന്ന കാര്യം മാത്രമായത്. ആ ചെറിയ കാര്യം എങ്ങനെ പരിഹരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇതുപോലുള്ള പ്രതിസന്ധികൾ മറികടന്നിട്ടുള്ളവർ തന്നെയാ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളത്. പണം എറിഞ്ഞ് പണം നേടണം. എടാ, ആ എരിയുള്ള പണത്തിന്റെ കാര്യം തന്നെ ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഹലോ ഉപേന്ദ്ര, എന്തായാലും ഉടനെ ഒരു വഴി കാണാം. ഈ ഒരു പ്രതിസന്ധി അതിജീവിച്ചല്ലേ പറ്റൂ. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും അധികം വൈകാതെ ഒരു തീരുമാനം ഉണ്ടാക്കണം. വൈകുന്തോറും കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. വെട്ടി നീങ്ങി കാട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ക്ലിയർ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അതാ ഞാൻ ഈ ധൃതി കാണിക്കുന്നത്. നിങ്ങൾ എന്തായാലും ആലോചിക്ക്. എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനും ഒന്ന് ആലോചിക്കാം. അപ്പൊ പറഞ്ഞ പോലെ ഞാൻ പോയിട്ട് വിളിക്കാം. അതെ ഭാമേ, ഇനിയിപ്പോ എന്താണ് നിന്റെ ഉദ്ദേശം? അല്ല, എന്റെ പേര് കിടക്കുന്ന ആ 1.5 ഏക്കർ കൂടി നമുക്കങ്ങ് കൊടുത്താലോ? ഇനിയിപ്പോ അതോടെ ബാക്കിയുള്ളൂ. സന്തോഷമായി. മാധവ, ഞാൻ അങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞ് എനിക്ക് എന്റെ മകനെ കൊണ്ട് നിർബന്ധപൂർവം ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ പറ്റുമോ? മാധവ, അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ? അത് മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞത് എന്റെ തെറ്റ് തന്നെയാ. അത് ഞാൻ സമ്മതിക്കുന്നു. മാധവ, നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി മറ്റൊരു ചെറുക്കനെ കണ്ടുപിടിക്കാം. അതല്ലാതെ ഞാൻ നോക്കിയിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ല. ഞാൻ ഏറ്റു. മറ്റൊരു പയ്യനെ കണ്ടെത്തി ആ പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇതിൽ കൂടുതൽ ഈ വിഷയത്തിൽ ഞാൻ എന്താ പറയേണ്ടത്? ശരി സത്യമേ. നമ്മള് പറയുന്ന വഴിക്ക് മക്കള് വന്നില്ലെങ്കിൽ ഇതുപോലെ പലതും കേൾക്കേണ്ടി വരും. ഇനി ആ പെണ്ണിന് നല്ലൊരു ചെറുക്കനെ ഒന്ന് കണ്ടെത്തണം. ഭാമേ, ഇതാ പറയുന്നത്. എന്തു കാര്യം ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണമെന്ന്. വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചാലേ ഇതുപോലുള്ള പുലിവാലൊക്കെ പിടിക്കേണ്ടി വരും. പിന്നെ നീ എന്തർത്ഥത്തിലാ വിഷ്ണുവിന് വീണ്ടും ആ വിവാഹക്കാരെ ആലോചിച്ചത്? ആൾക്കാരുടെ മുന്നിൽ വീണ്ടും അവനെ നാണം കെടുത്താനോ? നീ എത്രയൊക്കെ അകറ്റി നിർത്തിയാലും ശാലിനി അവന്റെ ഭാര്യയാ. നിയമപരമായിട്ട് ആ ഒരു ബന്ധം വേർപെടുത്തിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാ മറ്റൊരു വിവാഹം കഴിപ്പിക്കുന്നത്? ദേ, ഇനിയെങ്കിലും ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ മറ്റുള്ളവർ മുമ്പിൽ വിളിച്ചു പറയരുത്. പല പ്രാവശ്യം നീ ഇത് ആവർത്തിച്ചതുകൊണ്ടാ
ഞാനിത് എടുത്തെടുത്ത് പറയുന്നതേ. അപ്പോ അവള് മറ്റൊരുത്തരെയും കൊണ്ട് നടക്കുന്നതോ? അപ്പ്. അവന്റെ കുട്ടിയാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തില്ലേ? അതിനാർക്കും ഒരു കുഴപ്പമില്ലേ? അവൾക്ക് അങ്ങനെ തോന്നിയതുപോലെ നടക്കാമെങ്കിൽ നമ്മുടെ മകൻ എന്തുകൊണ്ട് നടന്നുകൂടാ? ഞാൻ ഇനിയും അവന് വിവാഹം ആലോചിക്കും. അതിന് എന്തെങ്കിലും തടസ്സമുണ്ടോന്ന് ഞാൻ ഇപ്പൊ തന്നെ വക്കീലിനോടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. അങ്ങനെ അവനെ ചതിച്ചിട്ട് ആരും നല്ല പിള്ള ചമഞ്ഞ് നടക്കണ്ട. എന്താ സത്യമേ, എന്താ വിളിച്ചത്? ആ പ്രകാശ, വിഷ്ണുവും ശാലിനിയും തമ്മിലുള്ള വിവാഹബന്ധം നിയമപരമായിട്ട് വേർപെടുത്തിയിട്ടില്ല. ഉം. പക്ഷേ ശാലിനി അവളുടെ കൊച്ചിന്റെ അച്ഛനാണെന്നും പറഞ്ഞുകൊണ്ട് വേറൊരുത്തരെയും കൂടി നാട് മുഴുവൻ ചുറ്റി നടക്കുക. പക്ഷേ നിയമപരമായി കല്യാണം കഴിച്ചൊന്നും അറിയാൻ പാടില്ല. എനിക്ക് നമ്മുടെ വിഷ്ണുവിനൊരു കല്യാണം നടത്തണമെന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ശാലിനിക്ക് മറ്റൊരു ബന്ധം വന്ന സ്ഥിതിക്ക് ശാലിനിയുടെ ഒരു ഒറ്റ ഒപ്പ് മതി. നമുക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാര്യങ്ങൾ തീർക്കാം. ഇരു കൂട്ടർക്കും സമ്മതമെന്ന നിലയിൽ ഉഭയസമ്മതപ്രകാരം ഡിവോഴ്സ് നടത്താം. ഒരു കൗൺസിലിങ്ങോ ചർച്ചയോ ഒന്നും വേണ്ട. വെറും 30 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ തീർത്ത് രണ്ടുപേരെയും രണ്ടാക്കി 2 തട്ടിലാക്കി തരാം. പക്ഷേ രണ്ടുപേരുടെയും സമ്മതം വേണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതിപ്പോ ശാലിനിക്ക് ഇപ്പൊ ഒരു ബന്ധം ഉണ്ടായ സ്ഥിതിക്ക് അവളെ എതിർത്തിട്ടും കാര്യമൊന്നുമില്ലല്ലോ. വിഷ്ണുവിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. എങ്കിൽ ബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞ് കൊടുക്കാനുള്ള മധുരം സത്യമ്മ വാങ്ങിച്ചോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ശരി. പിന്നെ ശാലിനി ഒന്ന് വിളിച്ച് ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. ആ, അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഓക്കെ. സത്യമേ, സത്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ ശേഷം പോരെ ഈ കാര്യങ്ങളൊക്കെ? എന്ത് സത്യങ്ങള്? അത് നിന്റെ കുഞ്ഞേച്ചിക്ക് ഇപ്പൊ ഒരു ഭർത്താവുണ്ട്. അത് സത്യയുടെ അച്ഛനാണെന്നും പറയുന്നു. ഇതിൽ കൂടുതൽ സത്യങ്ങൾ എന്താടി അറിയാനുള്ളത്? ദേ രാഘവേട്ട, വക്കീല് പറഞ്ഞതുപോലെ ഒപ്പിട്ട് തരാൻ ഞാൻ അവളോട് പറയാൻ പോവാ. എനിക്കിതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഭാമയോട് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അവൾ അടങ്ങില്ല. ചെയ്യട്ടെ, എന്താ ചെയ്യട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.